നല്ല സിനിമകളെ സ്നേഹിക്കുന്ന പ്രേക്ഷകർ തീർച്ചയായും കണ്ടിരിക്കേണ്ട സത്യൻ മാഷിൻ്റെ 10 മികച്ച സിനിമകളെക്കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. ഒട്ടും നാടകീയതയില്ലാതെ തികച്ചും സ്വാഭാവികമായ അഭിനയത്തിലൂടെ ഇന്ത്യൻ സിനിമ പ്രേമികളെയും താരങ്ങളെയും അമ്പരിപ്പിച്ച നടൻ. അധ്യാപകനായും പട്ടാളക്കാരനായും പോലീസ് ഓഫീസറായും ജോലി ചെയ്ത് അവസാനം 40-ാം വയസ്സിൽ സിനിമയിലെത്തിയ സത്യൻ മാഷിൻ്റെ സിംഹാസനം ഇന്നും ഒഴിഞ്ഞു കിടക്കുകയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. 1955 രാമു കാര്യാട്ടും പി ഭാസ്കരനും കൂടി ചേർന്ന് സംവിധാനം ചെയ്ത ഒരു ചിത്രമാണ് നീലക്കുയിൽ. ബോക്സ് ഓഫീസിൽ വൻ ഹിറ്റായ ഈ ചിത്രത്തിന് നാഷണൽ അവാർഡും കിട്ടിയിട്ടുണ്ട്. മലയാള സിനിമയിൽ വൻ ഹിറ്റായ ഈ ചിത്രമാണ് സത്യൻ എന്ന നടന് ഒരു വഴിത്തിരിവായത്. സത്യൻ മാസ്റ്ററും സത്യൻ മാസ്റ്ററുടെ കാമുകിയായി അഭിനയിച്ച മിസ് കുമാരിയും സത്യൻ മാസ്റ്ററുടെ ഭാര്യയായി അഭിനയിച്ച പ്രേമയും മികച്ച അഭിനയമാണ് ചിത്രത്തിൽ കാഴ്ചവെച്ചിട്ടുള്ളത്. കെ രാഘവൻ മാസ്റ്ററും പി ഭാസ്കരനും കൂടി ചേർന്നാണ് ഈ ചിത്രത്തിലെ ഗാനങ്ങൾ ഒരുക്കിയിട്ടുള്ളത്. എല്ലാരും ചൊല്ലണ് കല്ലാണ് നെഞ്ചിലെന്ന് കരിങ്കല്ലാണ്. അതുപോലെ തന്നെ കുയിലിനെ തേടി കുതിച്ചു പായും മാല പട്ടുകുപ്പായക്കാര. ഈ 2 ഗാനവും പാടിയിട്ടുള്ളത് ജാനമ്മ ഡേവിഡ് എന്ന ഗായികയാണ്. മാനെന്നും വിളിക്കില്ല മയിലെന്നും വിളിക്കില്ല മാടത്തെ മണിവിളക്കേ. അതുപോലെ എങ്ങനെ നീ മറക്കും കുയിലേ എങ്ങനെ നീ മറക്കും. മാസങ്ങളോളം ഇരുന്ന് ചിട്ടപ്പെടുത്തിയെടുക്കുന്ന പഴയ ഗാനങ്ങളെല്ലാം കേട്ടിരിക്കാൻ എത്ര മനോഹരമാണെന്നറിയോ. ആയിരത്തി 1965 കേശവദേവിൻ്റെ നോവൽ അടിസ്ഥാനമാക്കി KS സേതുമാധവൻ സംവിധാനം ചെയ്ത ഒരു സത്യൻ ചിത്രമാണ് ഓടയിൽ നിന്ന്. സത്യൻ മാഷ് അസാധ്യ അഭിനയം കാഴ്ചവെച്ച ഒരു ചിത്രമാണിത്. കൈവണ്ടിക്കാരനായ പപ്പു എന്ന കഥാപാത്രത്തിൽ അഭിനയിച്ച ഈ ചിത്രത്തിന് നാഷണൽ അവാർഡ് കിട്ടിയിട്ടുണ്ട്. പ്രേം നസീർ, KR വിജയ, കവിയൂർ പൊന്നമ്മ, SP പിള്ള, അടൂർ ബാസി തുടങ്ങിയവരാണ് മറ്റ് അഭിനേതാക്കൾ. തമിഴിലും ഹിന്ദിയിലും ഈ ചിത്രത്തിൻ്റെ റീമേക്ക് ഇറങ്ങിയിട്ടുണ്ട്. തമിഴിൽ ശിവാജി ഗണേശനും ഹിന്ദിയിൽ രാജേഷ് ഖന്നയുമാണ് അഭിനയിച്ചിട്ടുള്ളത്. പി സുശീല പാടിയ കാറ്റിൽ ഇളം കാറ്റിൽ എന്ന അതിമനോഹരമായ ഗാനം ഈ ചിത്രത്തിലുണ്ട്. സുരേഷ് ഗോപി ബാലതാരമായി അഭിനയിച്ച ചിത്രമാണ് ഓടയിൽ നിന്ന്. വായുവേ മായത്തിലെ സുധീന്ദ്രൻ നായരും സരളയും ആ ചിത്രം കണ്ടവർക്കാർക്കും മറക്കാൻ കഴിയില്ല. 1970 KS സേതുമാധവൻ സംവിധാനം ചെയ്ത ഈ ചിത്രത്തിൽ KP ഉമ്മർ, ഗോവിന്ദൻകുട്ടി, ബഹദൂർ, അടൂർ ബാസി, ശങ്കരാടി തുടങ്ങിയവരാണ് മറ്റ് അഭിനേതാക്കൾ. സത്യനും ഷീലയും മികച്ച അഭിനയം കാഴ്ചവെച്ച ഈ ചിത്രത്തിൻ്റെ ഗാനങ്ങൾ ഒരുക്കിയിരിക്കുന്നത് വയലാർ രാമവർമ്മയും ദേവരാജൻ മാസ്റ്ററുമാണ്. ജയചന്ദ്രനും സുശീലയും ചേർന്ന് പാടിയ സീതാദേവി സ്വയംവരം ചെയ്ത എന്ന ഒരു മനോഹരമായ ഗാനം ഈ ചിത്രത്തിലുള്ളതാണ്. കൂടാതെ പി മാധുരി പാടിയ കാറ്റും പോയി എന്ന ഒരു നല്ല ഗാനവും ഈ ചിത്രത്തിലുണ്ട്. നല്ല സിനിമകളും പാട്ടുകളും ആഗ്രഹിക്കുന്നവർ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു സത്യൻ ഷീല ചിത്രമാണ് വായുവേ മായ. മൂലധനം എന്ന ചിത്രത്തിൽ ഒളിവിൽ കഴിയുന്ന കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകരായ രവി, മമ്മൂട്ടി എന്നീ 2 കഥാപാത്രത്തെയാണ് സത്യനും പ്രേം നസീറും അഭിനയിച്ചിട്ടുള്ളത്. തോപ്പിൽ ഭാസിയുടെ രചനയിൽ പി ഭാസ്കരൻ സംവിധാനം ചെയ്ത് 1969 ഈ ചിത്രം റിലീസായത്. കമ്മ്യൂണിസ്റ്റ് ചരിത്രത്തിൻ്റെയും കുടുംബ ബന്ധങ്ങളുടെയും കഥ പറയുന്ന ഈ ചിത്രത്തിൽ സത്യൻ മികച്ച അഭിനയമാണ് കാഴ്ചവെച്ചിട്ടുള്ളത്. KP ഉമ്മർ, അടൂർ ബാസി, ശങ്കരാടി, ശാരദ, അംബിക, ജയഭാരതി തുടങ്ങിയവരാണ് മറ്റ് അഭിനേതാക്കൾ. പി ഭാസ്കരനും ദേവരാജ മാസ്റ്ററും ചേർന്നൊരുക്കിയ മികച്ച ഗാനങ്ങളും ചിത്രത്തിലുണ്ട്. യേശുദാസ് പാടിയ വളരെ പോപ്പുലറായ എൻ്റെ വീണക്കമ്പിയെല്ലാം, അതുപോലെ സ്വർഗഗായികെ എന്നീ തുടങ്ങുന്ന 2 ഗാനങ്ങൾ ഈ ചിത്രത്തിലുള്ളതാണ്. പി സുശീല പാടിയ പുലരാറായപ്പോൾ എന്ന മനോഹരമായ ഗാനവും ഈ ചിത്രത്തിലുണ്ട്. 1965 രാമു കാര്യാട്ട് സംവിധാനം ചെയ്ത ചെമ്മീൻ എന്ന ചിത്രത്തിൽ പളനി എന്നൊരു കഥാപാത്രത്തെയാണ് സത്യൻ അവതരിപ്പിച്ചിട്ടുള്ളത്.
സൗത്ത് ഇന്ത്യയിൽ പ്രസിഡന്റിൻ്റെ ആദ്യത്തെ ഗോൾഡ് മെഡൽ അവാർഡ് വാങ്ങിയ ചിത്രമാണ് ചെമ്മീൻ. കൊട്ടാരക്കര ശ്രീധരൻ നായർ അഭിനയിച്ച ചെമ്പൻകുഞ്ഞ് എന്ന കഥാപാത്രം വളരെയധികം മികവുറ്റതാണ്. അതുപോലെ മധുവിൻ്റെ പരീക്കുട്ടിയും ഷീലയുടെ കറുത്തമ്മയും 60 വർഷം കഴിഞ്ഞിട്ടും ജനങ്ങളുടെ മനസ്സിൽ മറക്കാതെ നിൽക്കുന്ന കഥാപാത്രങ്ങളാണ്. ചെമ്മീനിലെ പരീക്കുട്ടിയുടെയും കറുത്തമ്മയുടെയും പ്രണയവും ദുരന്തങ്ങളും എത്ര മനോഹരമായിട്ടാണ് ചിത്രത്തിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ അടൂർ ഭവാനിയുടെ ചക്കി എന്ന കഥാപാത്രം, SP പിള്ളയുടെ കഥാപാത്രം, അങ്ങനെ എത്ര കഥാപാത്രങ്ങൾ. നല്ല സിനിമകൾ കാണാൻ ആഗ്രഹിക്കുന്നവർ തീർച്ചയായും കാണേണ്ട ഒരു ചിത്രം തന്നെയാണ് ചെമ്മീൻ. വയലാർ രാമവർമ്മയുടെ വരികൾക്ക് സലീൽ ചൗധരിയാണ് സംഗീതം നിർവഹിച്ചിട്ടുള്ളത്. പ്രസിദ്ധ ഹിന്ദി ഗായകൻ മന്നാ ഡേ പാടിയ മാനസമൈനെ വരൂ എന്ന മനോഹരമായ ഒരു ഗാനം ഈ ചിത്രത്തിലുള്ളതാണ്. യേശുദാസ് പാടിയ കടലിനക്കരെ പോണവരെ എന്ന ഗാനവും പെണ്ണാളെ പെണ്ണാളെ എന്ന ഒരു മനോഹരമായ ഗാനവും ഈ ചിത്രത്തിലുള്ളതാണ്. ആയിരത്തി 1968 മലയാറ്റൂർ രാമകൃഷ്ണൻ്റെ നോവലിനെ അടിസ്ഥാനമാക്കി KS സേതുമാധവൻ സംവിധാനം ചെയ്ത ഒരു സത്യൻ ചിത്രമാണ് യക്ഷി. അത്യന്തം സസ്പെൻസ് നിറഞ്ഞ ഒരു സൈക്കോളജിക്കൽ ത്രില്ലർ ചിത്രമാണ് യക്ഷി. യക്ഷികളെക്കുറിച്ച് ഗവേഷണം നടത്താൻ വരുന്ന പ്രൊഫസർ ശ്രീനിവാസൻ എന്ന ഒരു കഥാപാത്രമാണ് സത്യൻ അവതരിപ്പിച്ചിട്ടുള്ളത്. ശാരദ, രാജകോകില, ശ്രീലത, ഉഷാകുമാരി, ഗോവിന്ദൻകുട്ടി, അടൂർ വാസി, ബഹദൂർ തുടങ്ങിയവരാണ് മറ്റ് അഭിനേതാക്കൾ. മികച്ച ഗാനങ്ങളാണ് ചിത്രത്തിലുള്ളത്. സ്വർണ്ണച്ചാമരം വീശിയെത്തുന്ന സ്വപ്നമായിരുന്നെങ്കിൽ ഞാൻ എന്ന മനോഹരമായ ഗാനം ഈ ചിത്രത്തിലുണ്ട്. അതുപോലെ വിളിച്ചു ഞാൻ വിളികേട്ടു എന്ന ഒരു ഗാനവും ഈ ചിത്രത്തിലുള്ളതാണ്. തീർച്ചയായും കണ്ടിരിക്കേണ്ട, കണ്ടാൽ വീണ്ടും കാണാൻ ആഗ്രഹിക്കുന്ന അത്യന്തം സസ്പെൻസ് നിറഞ്ഞ ഒരു ചിത്രമാണ് യക്ഷി. അഭിനയ ചക്രവർത്തി സത്യനും ഷീലയും മികച്ച അഭിനയം കാഴ്ചവെച്ച ഒരു ചിത്രമാണ് ഒരു പെണ്ണിൻ്റെ കഥ. 1971 ഇറങ്ങിയ ഈ ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത് KS സേതുമാധവനാണ്. ചിത്രത്തിൽ സത്യൻ്റെ മാധവൻ തമ്പി എന്ന കഥാപാത്രവും ഷീലയുടെ ഗായത്രി ദേവി എന്ന കഥാപാത്രവും ഈ ചിത്രം കണ്ടവർ മറന്നുപോകാനിടയില്ല. KP ഉമ്മർ, ഗോവിന്ദൻകുട്ടി, അടൂർ വാസി, മുത്തയ്യ, കവിയൂർ പൊന്നമ്മ തുടങ്ങിയവരാണ് മറ്റ് അഭിനേതാക്കൾ. P സുശീല പാടിയ പൂന്തേനരുവി, ശ്രാവണ ചന്ദ്രിക എന്നീ 2 ഗാനങ്ങൾ ഈ ചിത്രത്തിലുള്ളതാണ്. കൂടാതെ യേശുദാസ് പാടിയ സൂര്യഗ്രഹണം എന്നൊരു ഗാനവുമുണ്ട്. കടൽപ്പാലം എന്ന ചിത്രത്തിൽ സത്യൻ മാഷ് അച്ഛനും മകനുമായി നാരായണ കൈമൾ, രഘു എന്നീ 2 ശക്തമായ കഥാപാത്രങ്ങളിലാണ് അഭിനയിച്ചിട്ടുള്ളത്. 1969 മഞ്ഞിലാസ് നിർമ്മിച്ച ഈ ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത് KS സേതുമാധവനാണ്. പ്രേം നസീർ, KP ഉമ്മർ, ഷീല, ജയഭാരതി, ബഹദൂർ, അടൂർ വാസി, അടൂർ ഭവാനി തുടങ്ങിയവരാണ് മറ്റ് അഭിനേതാക്കൾ. വയലാർ ദേവരാജൻ കൂട്ടുകെട്ടിലെ വളരെ പോപ്പുലറായ ഗാനങ്ങളാണ് ഈ ചിത്രത്തിലുള്ളത്. SP ബാലസുബ്രഹ്മണ്യം പാടിയ ഈ കടലും മറുകടലും ഭൂമിയും മാനവും കടന്ന് എന്ന മനോഹരമായൊരു ഗാനം ഈ ചിത്രത്തിലുള്ളതാണ്. അതുപോലെ P മാധുരി ആലപിച്ച കസ്തൂരി തൈലമിട്ട് എന്ന ഗാനവും ഉജ്ജയിനിലെ ഗായിക എന്ന ഗാനവും ഉണ്ട്. ബഹദൂർ അഭിനയിച്ച കാര്യസ്ഥൻ അപ്പു എന്ന കഥാപാത്രവും പ്രേം നസീറിന്, KP ഉമ്മറിൻ്റെയും അടൂർ ബാസിയുടെയും അടൂർ ഭവാനിയുടെയും കഥാപാത്രങ്ങളെല്ലാം വളരെ നന്നായിട്ടുണ്ട്. സത്യൻ അഭിനയിച്ച മികച്ച ചിത്രങ്ങളിൽ ഒന്നാണ് കടൽപ്പാലം. TK പരീക്കുട്ടി നിർമ്മിച്ച് രാമു കാര്യാട്ട് സംവിധാനം ചെയ്ത് 1961 പുറത്തിറങ്ങിയ മുടിയനായ പുത്രൻ എന്ന ചിത്രത്തിലെ രാജൻ എന്ന കഥാപാത്രം സത്യൻ്റെ മികച്ച ഒരു കഥാപാത്രമായിരുന്നു. അതുപോലെ അംബികയുടെ രാധയും മിസ് കുമാരിയുടെ ചെല്ലമ്മയും PJ ആൻ്റണിയുടെ വാസുവും ശക്തമായ കഥാപാത്രങ്ങളായിരുന്നു. അടൂർ വാസി, അടൂർ ഭവാനി, കോട്ടയം ചെല്ലപ്പൻ തുടങ്ങിയവരാണ് മറ്റ് അഭിനേതാക്കൾ. ചിത്രത്തിൻ്റെ സംഗീതം നിർവഹിച്ചിരിക്കുന്നത് MS ബാബുരാജാണ്. K സുലോചനയും ശാന്ത P നായരും പാടിയ മനോഹരമായ ഗാനങ്ങൾ ചിത്രത്തിലുണ്ട്. ബാബുരാജ്, ശാന്ത P നായർ കൂട്ടുകെട്ടിലെ തേങ്ങിടല്ലേ തേങ്ങിടല്ലേ എന്ന മനോഹരമായൊരു ഗാനം ചിത്രത്തിലുണ്ട്. അതുപോലെ പൊട്ടിച്ചിരിക്കരുതേ എന്ന് തുടങ്ങുന്നൊരു ഗാനം, എത്ര മനോഹരമാണ് അവിടുത്തെ എന്ന ഒരു ഗാനവും ചിത്രത്തിലുള്ളതാണ്. മികച്ച ചിത്രത്തിനുള്ള നാഷണൽ അവാർഡ് ഈ ചിത്രം കരസ്ഥമാക്കിയിട്ടുണ്ട്.
തൊഴിലാളി വർഗത്തിന് വേണ്ടി പ്രവർത്തിച്ച് ഒളിവിൽ കഴിയുന്ന ചെല്ലപ്പൻ എന്ന കഥാപാത്രമാണ് അനുഭവങ്ങൾ പാളിച്ചകൾ എന്ന ചിത്രത്തിലെ സത്യൻ്റെ കഥാപാത്രം. 1971 തോപ്പിൽ ഭാസിയുടെ രചനയിൽ KS സേതുമാധവൻ സംവിധാനം ചെയ്ത ചിത്രമാണിത്. സത്യൻ്റെ ഭാര്യയായി അഭിനയിച്ച ഭവാനി എന്ന കഥാപാത്രം ഷീലയുടെ ഏറ്റവും മികച്ച കഥാപാത്രമാണ്. പ്രേംനസീറിൻ്റെ ഗോപാലൻ, KPSC ലളിതയുടെ പാർവതി, ബഹദൂറിൻ്റെ ഹംസ എന്നീ കഥാപാത്രങ്ങളെല്ലാം വളരെ മെച്ചപ്പെട്ട കഥാപാത്രങ്ങളാണ്. സത്യൻ്റെ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഈ ചിത്രത്തിൻ്റെ ഗാനങ്ങൾ എഴുതിയത് വയലാർ രാമവർമ്മയും സംഗീതം നിർവഹിച്ചിട്ടുള്ളത് ദേവരാജ മാസ്റ്ററുമാണ്. പ്രവാചകന്മാരെ പറയൂ പ്രഭാതമകലെയാണോ, അഗ്നിപർവ്വതം പുകഞ്ഞു, ഭൂചക്രവാളങ്ങൾ ചുവന്നു. ഈ രണ്ട് ഗാനങ്ങളും പാടിയിട്ടുള്ളത് യേശുദാസാണ്. കാണാത്തവരുണ്ടെങ്കിൽ ഈ ചിത്രങ്ങളെല്ലാം തീർച്ചയായും കാണുക. മെഗാസ്റ്റാർ മമ്മൂട്ടി ഈ ചിത്രത്തിൽ ഒരു ചെറിയ വേഷത്തിൽ ബഹദൂറിൻ്റെ കൂടെ അഭിനയിച്ചിട്ടുണ്ട്. ഓക്കെ ഫ്രണ്ട്സ്, എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യുക. പഴയ സിനിമകളെ സ്നേഹിക്കുന്ന എൻ്റെ ഈ വീഡിയോ കണ്ട എല്ലാവർക്കും എൻ്റെ നന്ദി രേഖപ്പെടുത്തുന്നു.